ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു സയൻസ് ക്ലാസ്. സയൻസിലെ ഫോർത്ത് ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. തേർഡിന്റെ സയൻസിലെ ഫോർത്ത് ചാപ്റ്റർ ഏതാണെന്ന് അറിയാമോ? ഫോർത്ത് ചാപ്റ്റർ ദ എർത്ത്. അതാണ് ഭൂമിയെ കുറിച്ചുള്ളതാണ് ഈ ചാപ്റ്റർ. Now see, we live on earth. നമ്മളെവിടെ ജീവിക്കുന്നത്? ഭൂമിയിലാണ് ജീവിക്കുന്നത്. How earth was formed? എങ്ങനെയാണ് എർത്ത് ഉണ്ടായത്? എങ്ങനെയായിരിക്കും ഭൂമി ഉണ്ടായത് അറിയണ്ടേ? അതിനായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചേ പറ്റൂ. Earth is made up of different layers. എർത്തിന് ഒരു ലെയർ ക്രസ്റ്റ് മാത്രമാണ് ഉള്ളത്. നമ്മൾ ക്രസ്റ്റ് പഠിച്ചു അല്ലെ? ഇനിയും വേറെ ലെയേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? അതറിയാനും ഈ ചാപ്റ്റർ പഠിക്കണം. Earth is round. എർത്തിന്റെ ഷേപ്പ് എന്താണ്? റൗണ്ട് ആണ്. Rotation and revolution of the earth. എന്തൊക്കെയാണ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് രണ്ടും ഭൂമി ചെയ്യുന്നതാണ്. എന്താണ് അതൊക്കെ അറിയണ്ടേ? നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ദ എർത്ത് ഈസ് ലൈക്ക് എ റൗണ്ട് ബോൾ. ഒരു റൗണ്ട് ബോൾ പോലെയാണ് ആരുള്ളത്? എർത്ത് ഉള്ളത്. ഇറ്റ് വാസ് ഫോംഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ. ഒരുപാട് മില്യൺ ഓഫ് ഇയേഴ്സ് മുമ്പ് ഉണ്ടായതാണ് ഈ പറയുന്ന ഉരുണ്ട ഭൂമി. ഇൻ ദ ബിഗിനിങ് ദ എർത്ത് വാസ് വെരി ഹോട്ട്. തുടക്കത്തിൽ എർത്ത് വളരെ ചൂട് പിടിച്ച ഒന്നായിരുന്നു. There was no life on the earth at that time. ആ സമയത്ത് ഭൂമിയിൽ ഒരു ജീവനും ഇല്ലായിരുന്നു. ജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ചെടി പോലും ഇല്ലാത്ത കാലഘട്ടം. As time passed, there was rain and the earth cooled down. ഒരുപാട് കാലം കഴിഞ്ഞപ്പോൾ അവിടെ മഴ പെയ്യുകയുണ്ടായി. എവിടെ? ഈ ഭൂമിയിൽ മഴ പെയ്യുകയുണ്ടായി. അങ്ങനെ അവിടെ എന്ത് സംഭവിച്ചു? ഭൂമി തണുത്തു. ചൂട് പിടിച്ചിരുന്ന ഈ ഉരുണ്ട ഗോളം തണുത്തു. Even today the earth is very hot inside. ഇന്നും പക്ഷേ ഭൂമിയുടെ ഉൾഭാഗം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഭയങ്കര ചൂട് പിടിച്ച് പഴുത്ത ഒന്നാണ്. ലെയേഴ്സ് ഓഫ് ദ എർത്ത്. എന്തൊക്കെയാണ് ലെയേഴ്സ് ഓഫ് ദ എർത്ത്? നോക്കാം ഏതൊക്കെ ലെയേഴ്സ് ആണ് ഉള്ളത്. വി ലിവ് ഓൺ ദ ഔട്ടർ കൂൾ പോർഷൻ ഓഫ് ദ എർത്ത് കോൾഡ് ദ ക്രസ്റ്റ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചു. എന്താണ്? തണുത്ത പുറംഭാഗത്തെ എന്ത് വിളിക്കുന്നു? പുറംപാളിയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. The seas, mountains, desert, forest all lie on this crust. ഈ പറഞ്ഞ കടലുകളാവട്ടെ, പർവ്വതങ്ങളാവട്ടെ, ഡെസേർട്ടുകൾ മരുഭൂമികളാവട്ടെ, ഫോറസ്റ്റ് കാടുകളാവട്ടെ, ഇതൊക്കെ എവിടെയാണുള്ളത്? നമ്മുടെ ഭൂമിയുടെ മുകൾ ഭാഗത്താണ് കിടക്കുന്നത് അല്ലെ? All the center of the earth is the core. At the center, at the center of the earth is called core. അതായത് ഈ എർത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോർ ആണ്. സെന്റർ എന്ന് പറയുന്ന പോർഷൻ ആണ് കോർ. ഇറ്റ് ഈസ് വെരി ഹോട്ട് ആൻഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെൽറ്റഡ് മെറ്റൽസ്. അത് ഉണ്ടാക്കിയിരിക്കുന്ന മെൽറ്റഡ് മെറ്റൽസ് ഉപയോഗിച്ചാണ്. ബിറ്റ്വീൻ ദ കോർ ആൻഡ് ദ ക്രസ്റ്റ് ഈസ് ദ മാന്റിൽ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്ക് ആൻഡ് മെറ്റൽസ്. ബിറ്റ്വീൻ ദ കോറിനും ക്രസ്റ്റിനും ഇടയിലുള്ള ഭാഗം. കോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നടുവിലെ പോർഷൻ, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലെ പോർഷൻ. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഭാഗം എന്താണ്? മാന്റിലാണ്. വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്ക് ആൻഡ് മെറ്റൽ. മെറ്റൽസും റോക്സും കൊണ്ടാണ് ഈ ഭാഗം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ദിസ് ലെയർ ഈസ് also very important. Okay, important and hot. അതും എന്താണ്? ഭയങ്കര ഹോട്ട് ആണ്. Okay, this layer is also very hot and an important part is too. അത് മറന്നു പോകരുത്. മുകളിലെ ക്രസ്റ്റ് പഠിച്ചു, അകത്തുള്ള ഇതും കോറും പഠിച്ചു. ഇടയിലുള്ളത് ആരാണ്? അപ്പോ മാന്റിൽ which is made up of rocks and metals. The shape of the earth. എന്താണ് shape of the earth? As the earth is very big in size and we see only a small portion of it. എർത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മൾ നിൽക്കുന്നത് എർത്തിലാണ് അല്ലെ? നമ്മുടെ ഭൂമി എത്ര ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുന്നതിലും എത്രയോ വലുപ്പമുള്ളതാണ് ഈ പറയുന്ന ഭൂമി. നമുക്ക് ഈ ലോകം മുഴുവൻ ചുറ്റണമെങ്കിൽ ഒരുപാട് കാലങ്ങൾ വേണം. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഓക്കെ, അത്ര എളുപ്പമല്ല. കാരണം ഇവിടെ ഭൂമി മൊത്തം കറങ്ങുക എന്ന് പറഞ്ഞാലും നമുക്ക് സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റില്ല. അതിൽ കടലുണ്ട്, കരയുണ്ട്, കടലും കരയുമല്ലാത്ത ചില ഭാഗങ്ങളുണ്ട്, കുഴികളുണ്ട്, ഗുഹകളുണ്ട്. ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. കാടുകളുണ്ട്, മരുഭൂമികളുണ്ട്. ഇങ്ങോട്ടൊക്കെ പോകാൻ സാധിക്കുമോ? ഇല്ല, അതൊന്നും അത്ര പെട്ടെന്ന് സാധ്യമല്ല. സാധിക്കുമായിരിക്കാം ഒരു പക്ഷേ വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു വർക്കാണത്. ഓക്കെ, അപ്പോ ആക്ച്വലി ഇതെങ്ങനെയാണ്? എ സ്മോൾ പോർഷൻ ആണ് നമ്മൾ കാണുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഫ്ലാറ്റ്. അത് ഫ്ലാറ്റ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ കാണുന്നത് അങ്ങനെ പരന്നിട്ടല്ലേ, പക്ഷെ ഇത് പരന്നിട്ടാണോ ആക്ച്വലി ഭൂമി? നോ, ആക്ച്വലി ദ എർത്ത് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. ആക്ച്വലി ദ എർത്ത് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. പീപ്പിൾ, the astronauts who have gone to space and to the moon have taken photographs of the earth from space. ചന്ദ്രനിലോട്ട് പോയ ബഹിരാകാശ യാത്രികർ എന്ത് ചെയ്തിട്ടുണ്ട്? ചന്ദ്രനിൽ നിന്നും ഭൂമിയുടെ പിക്ചർ പകർത്തിയിട്ടുണ്ട്, ചിത്രം പകർത്തിയിട്ടുണ്ട് ക്യാമറയിൽ. ആ ചിത്രം എങ്ങനെയാണ്? ദീസ് ഫോട്ടോഗ്രാഫ്സ് ഷോ ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട്. ആ പിക്ചേഴ്സ് കാണിച്ചു തരുന്നുണ്ട് എർത്ത് എന്ന് പറയുന്നത് ഉരുണ്ടതാണ് എന്ന്. 1/3 ഓഫ് ദ എർത്ത് ഈസ് ലാൻഡ്. 3 ഭാഗങ്ങളായി ഭൂമിയെ ഭാഗിച്ചാൽ അതിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ലാൻഡ് ആണ്.
On the land there are mountains and flat places called plains. നമ്മുടെ ആ ലാൻഡില് മൗണ്ടെയിൻസ് പർവ്വതങ്ങളും ഫ്ലാറ്റ് പ്ലേസസും ഉണ്ട്. ഇതിനെയാണ് എന്ത് പറയുക? പ്ലെയിൻസ് എന്ന് പറയുക. There are streams and rivers, there are cold snowy places and hot dry deserts. Hot ആയിട്ടുള്ള dry deserts ഉണ്ട്, cold snowy places ഉണ്ട്, streamsും riversും ഉണ്ട്. There are flat plains where crops grow well. ഈ ഫ്ലാറ്റ് പ്ലെയിൻസിൽ എന്താണ്? ഒരുപാട് ക്രോപ്സ്, ധാന്യങ്ങളൊക്കെ വളരെ നന്നായി വളർത്താൻ സാധിക്കും. 2/3 of the earth is covered by sea. 3/2 ഒരു ഭാഗം കരയാണെങ്കിൽ ബാക്കി 2 ഭാഗം എന്ന് പറയുന്നത് കടലിനാൽ, വെള്ളത്തിനാൽ, ജലത്തിനാൽ കവേർഡ് ആണ്. To use the sea looks flat. Towards the sea looks flat, but under the sea there are big mountains and valleys. അതായത് നമുക്ക് കാണുമ്പോൾ ഈ കടൽ ഭയങ്കര പരന്നു കിടക്കുന്ന ഒരു സാധാരണ കടലല്ലേ, പക്ഷെ ഇതിനടിയില് ഒരുപാട് പർവ്വതങ്ങളും താഴ്വരകളും ഒക്കെ എന്തിനടിയിലുണ്ട്? ഈ കടലിനടിയിലുണ്ട് കേട്ടോ. ഹൗ ഡസ് ദ എർത്ത് മൂവ്? എങ്ങനെയാണ് എർത്ത് മൂവ് ചെയ്യുന്നത്, അനങ്ങുന്നത്, ചലിക്കുന്നത് എന്നാണ്. The earth spins around an imaginary line to its center called the axis. എർത്ത് മൂവ് ചെയ്യുന്നത് അതിന്റെ ഇമാജിനറി ലൈനിലൂടെയാണ്. ഒരു സെന്റർ ലൈൻ ഉണ്ട്, ആ സെന്റർ ലൈൻ, ഇമാജിനറി ലൈൻ എന്താ പറയുക? ആക്സിസ് എന്നാണ് പറയുക. ദ എർത്ത് ആക്സിസ് ഇസ് ടിപ്ഡ്, അത് ടിപ്ഡ് ആണ്. ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ആക്സിസ് ഇസ് കോൾഡ് റൊട്ടേഷൻ. ആ ആക്സിസിൽ നിന്നുകൊണ്ട് സ്പിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? റൊട്ടേഷൻ എന്ന് പറയുന്നത്. ദ എർത്ത് ടേക്സ് 1 day 24 hours, 1 day എന്ന് പറഞ്ഞാൽ 24 hours to spin round once. ഒരു തവണ കറങ്ങുവാനായിട്ട് അത് 24 മണിക്കൂർ അഥവാ ഒരു ദിവസമാണ് എടുക്കുന്നത്. വി ഡു നോട്ട് ഫീൽ ദിസ് മൂവ്മെന്റ് വൈൽ സ്റ്റാൻഡിങ് ഓൺ ദ എർത്ത്. നമുക്ക് ഭൂമിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടോ നമ്മൾ ഒരു റൗണ്ട് കറങ്ങി കഴിഞ്ഞു എന്ന്? നമ്മൾ അറിയുന്നില്ല. ഓക്കെ, ആൻഡ് standing on the earth, this is because everything on the earth including the air moves with it. Okay, എന്താണ് പറയുന്നത്? This because ഇതെന്ത് കാരണമാണ്? എവറിത്തിങ് ഓൺ ദ എർത്ത്, ഭൂമിയിലുള്ള എല്ലാം, ഇൻക്ലൂഡിംഗ് ദ എയർ മൂവ്സ് വിത്ത് ഇറ്റ്, എല്ലാം അതിന്റെ കൂടെ, ഭൂമിയുടെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇൻക്ലൂഡിംഗ് എവറിത്തിങ്, ഇൻക്ലൂഡിംഗ് എയർ, ഇൻക്ലൂഡിംഗ് ആസ്, ഇൻക്ലൂഡിംഗ് ദ സാൻഡ്, ഇൻക്ലൂഡിംഗ് ദ സ്റ്റോൺ, വാട്ട് എവർ ഹിയർ. ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത്? നമ്മുടെ ഡോറിസ് എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത്, ഭൂമിയിലുള്ളത് എല്ലാം എന്താ അതിന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ സ്പിന്നിംഗ് മൂവ്മെന്റ് ഓഫ് ദ എർത്ത് ദാറ്റ് കോസ് ഡേ ആൻഡ് നൈറ്റ്. ഇതാണ് എന്തിന് കാരണമാവുന്നത്? സ്പിന്നിംഗ് മൂവ്മെന്റ് ആണ്. ഈ സ്പിന്നിംഗ് മൂവ്മെന്റ് ആണ് ഡേയും നൈറ്റും ഉണ്ടാവാനായിട്ട് കാരണമാകുന്നത്, രാത്രിയും പകലും ഉണ്ടാവാൻ കാരണമാണ്. ദ പോർഷൻ ഓഫ് ദ എർത്ത് ഫേസിംഗ് ദ സൺ അറ്റ് എനി ടൈം ഹാസ് സ്റ്റേ. ഭൂമി സൂര്യനെ അഭിമുഖം ചെയ്യുന്ന സമയം പകലും ഡേയും. ദ പോർഷൻ ഫേസിംഗ് അവേ ഫ്രം ദ സൺ ഹാസ് നൈറ്റ്. ഭൂമിയെ ഫേസ് ചെയ്യാതെ വരുന്ന മറുഭാഗം, സൂര്യനെ ഫേസ് ചെയ്യാതെ വരുന്ന ഭൂമിയുടെ മറുഭാഗം രാത്രിയുമായിരിക്കും. ഫേസ് ചെയ്യുന്ന ഭാഗം പകലും, ഫേസ് ചെയ്യാതെ വരുന്ന ഭാഗം. അപ്പോ ഇവിടെയാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ ഈ ഭാഗത്ത് എന്തായിരിക്കും? ഈ ഭാഗത്ത് പകലായിരിക്കും. അതേ സ്ഥാനത്ത് ഇവിടെ സൂര്യൻ ഉള്ളപ്പോ ഈ ഭാഗം എന്തായിരിക്കും? ഈ ഭാഗം രാത്രിയായിരിക്കും. അപ്പൊ ഇവിടെ വരുന്ന പ്രകാശം ഇവിടെ തട്ടി ഇവിടെ പകലായി. മനസ്സിലായോ? The portion facing away from the sun has night. India and America are opposite sides. ഇപ്പോ ഇവിടെ ഇന്ത്യ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെയാണ് ഇന്ത്യ ഉള്ളത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ആരുള്ളത്? അമേരിക്ക ഉള്ളത്. ഓക്കെ, അമേരിക്ക ഉള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ്. രണ്ടും രണ്ട് ഓപ്പോസിറ്റ് ഏരിയാസിൽ കിടക്കുന്നതാണ് ഇന്ത്യ. അതേപോലെ തന്നെ രണ്ടും രണ്ട് സൈഡിലായതുകൊണ്ട് തന്നെ വെൻ വി ഹാവ് ഡേ ഇൻ ഇന്ത്യ, നമ്മുടെ അവിടെ ഇന്ത്യയില് ഡേ ആയിരിക്കുന്ന സമയം, പകലായിരിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് നൈറ്റ് ഇൻ അമേരിക്ക. അമേരിക്കയിൽ എന്തായിരിക്കും? രാത്രി ആയിരിക്കും. വെൻ ഇറ്റ് ഈസ് ഡേ ഇൻ അമേരിക്ക ഇറ്റ് ബിക്കംസ് നൈറ്റ് ഇൻ ഇന്ത്യ. അമേരിക്കയില് പകലായിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലോ രാത്രി ആയിരിക്കും. മനസ്സിലായോ? Besides spinning around its axis, the earth also moves around the sun. നമ്മളെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആക്സിസിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി ഓൾസോ മൂവ്സ് അറൌണ്ട് ദ സൺ. സണ്ണിനെ ചുറ്റും മൂവ് ചെയ്യുന്നുണ്ട്. ഇത് സ്വയം ഇങ്ങനെ കറങ്ങുന്നതാണ് നമ്മൾ സ്പിന്നിങ് എന്ന് പറയുന്നത്. ഇതാണ് സ്പിന്നിങ്. ഓക്കെ, ദിസ് ഈസ് സ്പിന്നിങ്. ഇത് ഒരു തവണ ഇങ്ങനെ കറങ്ങി വരാനാണ് 24 hours അഥവാ 1 day എടുക്കുന്നത്. അപ്പൊ അതിനിടയിലാണ് ഒരു രാത്രിയും ഒരു പകലും കടന്നു പോകുന്നത്. മനസ്സിലായോ? അതായത് 12 AM മുതൽ 12 PM വരെയുള്ള സമയം. ആൻഡ് ദെൻ ഇങ്ങനെ ഒരിക്കൽ കറങ്ങുന്നതിന്റെ ഇടയിൽ തന്നെ ഇത് ഇപ്പോ
ഇത് സൂര്യനാണെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ പോകുന്നുമുണ്ട്. ഇങ്ങനെ റൗണ്ട് ചെയ്ത് 365 തവണ ഇത് ഇങ്ങനെ കറങ്ങി, ഇങ്ങനെ സ്വയം കറങ്ങി 365 സ്വയം കറക്കങ്ങൾ കഴിയുമ്പോഴേക്കും ഇത് സൂര്യനെ ഒരു തവണ കറങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായോ? The earth also moves around the sun. This movement is called revolution. അങ്ങനെ സൂര്യന് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് എന്ത്? റെവല്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ മൂവ്മെന്റ് റെവല്യൂഷനും അത് സ്വയം കറങ്ങുന്നത് റൊട്ടേഷനുമാണ്. The path the earth takes around the sun is called orbit. ഇത്തരത്തിൽ ഭൂമി സൂര്യനെ ചുറ്റുന്ന ആ പാത ഉണ്ടല്ലോ, ഇങ്ങനെ പോകുന്ന പാത, ഇങ്ങനെ സ്വയം കറങ്ങുന്നതിന് പാതയൊന്നും വേണ്ട. അത് അതിൽ ആക്സിസിൽ നിന്നുകൊണ്ട്, ഇതിനെ സങ്കല്പികമായ ഒരു ആക്സിസ് ആണ്, ഈ ആക്സിസിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ടിൽറ്റ് എന്ന് പറഞ്ഞാൽ ചരിവാണ്. ഓക്കെ, ഈ ആക്സിസ് നിൽക്കുന്നത് ചരിവിലാണ്. ആ ചരിവിനെയാണ് ടിൽറ്റ് എന്ന് പറയുന്നത്. കുറച്ച് മുമ്പ് ഞാൻ വായിച്ചു, അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ടിൽറ്റ് എന്ന് പറഞ്ഞാൽ ചരിവാണ്. ഓക്കെ, അങ്ങനെ ചരിഞ്ഞ് എന്നത് കറങ്ങിക്കൊണ്ടിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇത് സൂര്യനെയും കൂടെ ചുറ്റുന്നുണ്ട്. ഈ ചുറ്റുന്ന പാതയെ, ആ പാത്തിനെ എന്ത് പറയുന്നു? ഓർബിറ്റ് എന്ന് പറയുന്നു. മനസ്സിലായോ? 165 തവണ സ്വയം കറങ്ങി കഴിയുമ്പോഴാണ് അതൊരു കറക്കം പൂർത്തിയാക്കുന്നത്, സൂര്യന് ചുറ്റുമുള്ള കറക്കം പൂർത്തിയാക്കുന്നത്. അപ്പോ സ്വയം കറങ്ങുന്നത് റൊട്ടേഷനും ഈ പാത്തിലൂടെ ചുറ്റിപ്പോകുന്നത്, സൂര്യനെ ചുറ്റുന്നത് റെവല്യൂഷനുമാണ്. ഓക്കെ, The earth completes one revolution in 1 year. അങ്ങനെ 365 ദിവസം കറങ്ങുന്നതാണ് ഒരു വർഷം എന്നറിയപ്പെടുന്നത്. Okay, the revolution of the earth caused the season on the earth. ഇത്തരത്തിലുള്ള റെവല്യൂഷൻ ആണ് ഭൂമിയിലെ പല കാലാവസ്ഥ ഉണ്ടാകുന്നത്. മഴക്കാലം, മഞ്ഞുകാലം ഒക്കെ വരുന്നില്ലേ, അതിന് കാരണമാവുന്നത് ഈ റെവല്യൂഷൻ ആണ്. റെവല്യൂഷൻ നടന്നാലേ മഴക്കാലവും മഞ്ഞുകാലവും ഒക്കെ മാറി മാറി വരുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്.